നമസ്കാരം. ജേസ് വേഡിലേക്ക് സ്വാഗതം. നമുക്കൊരു ഹെൽത്തി ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ഈന്തപ്പഴം കൊണ്ടാണ് ഇന്നൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നോക്കാം. നമുക്കൊരു ജാർ എടുക്കാം. ജാറിനകത്തോട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കൊവുത്ത് തോലെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കുരു കളഞ്ഞ് വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു രസകദളി പഴം കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പഴം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ രാവിലെ കാച്ചി തണുപ്പിച്ച് വെച്ച ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച പാലാണ്, പശുവും പാലാണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് പാൽ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹെൽത്തി ഈന്തപ്പഴം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇതിൽ ഞാൻ പഞ്ചസാര ശർക്കര ഒന്നും ചേർത്തിട്ടേ ഇല്ല. ഇതിന് ആവശ്യമില്ല. നല്ല മധുരമുണ്ട്. ഈന്തപ്പഴം ഉള്ളതുകൊണ്ട് ഇതിന് വേറെ ഒന്നും ചേർക്കേണ്ട. പാല് മാത്രം ആണ് ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ്, ബദാം, ഈന്തപ്പഴം, കപ്പലണ്ടി, ഒരു ഏലക്കായ. അപ്പം നല്ല ഹെൽത്തി ജ്യൂസാണ്. നമ്മളെ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഇതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. നമസ്കാരം.